ഇനി നിങ്ങൾ അത് പറയാൻ പാടില്ല, വേണ്ടെന്നുള്ള വാക്കില്ല. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ SSLC ബാച്ച് മണലൂർ എന്ന സ്ഥലത്തേക്ക് വിനോദയാത്ര പോവുകയാണ്. പോകുന്ന വഴിക്ക് കുന്നംകുളത്ത് കോമള ഹോട്ടലിൽ കയറി ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വണ്ടിയിൽ കയറണം. അങ്ങനെ ഞങ്ങൾ മണലൂർ ബ്ലൂ സെറിൻ റിസോർട്ടിലെത്തി. എന്നാ വരി ഒരാളെ കൈ പിടിക്കണ്ടേ? നിങ്ങളെ പോലെ രണ്ട് കാലില്ലല്ലോ. രണ്ട് കാലുണ്ട്, പക്ഷെ ഇത് മുട്ട് വെച്ച മുട്ട അങ്ങനെ ചാടി ഇറങ്ങാൻ പറ്റില്ല. സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ സീറ്റാണ്. നമ്മുടെ പരിപാടി ചർച്ച ചെയ്യാലോ. യോയോണോ
അല്ലേ ആ ഇനി എന്തൊക്കെയുണ്ട് ഇവിടുത്തെ ഒരു സ്വിമ്മിംഗ് പൂളാണിത്. ഇതിൽ ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും കുറച്ച് ആൾക്കാർ, എല്ലാവരും ഇല്ല, കുറച്ച് ആൾക്കാർ കുളിക്കലും നീന്തലും ഒക്കെ ഉണ്ടായി. നല്ല ശക്തി ദുബൈയിലെ കുടിക്കാൻ കളിക്കാൻ കൂടെ മാരിന്റെ കൂടെ കൂടെ ഏയ് സുബ ഇത് നമ്മള് കളിച്ചായിരുന്നല്ലേ മേതുനെ നിന്റെ വെള്ളല്ലേ ഞാൻ അടിക്കാൻ പറ്റില്ലേ അല്ല ഇതിനൊക്കെ അങ്ങനെ നല്ലത് നോക്കാം അതൊന്നും മാറ്റണം വെട്ട് അല്ല വെട്ടതപ്പോ പറഞ്ഞു കഴിഞ്ഞു ഈ കോഴി എന്താ ജിമ്മും ഗെയിംസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോവാണ്. 12 മണി മുതൽക്ക് 3 മണി വരെയാണ് ബോട്ട് സർവീസ്. വീഡിയോ ഉണ്ടോ എല്ലാവരും ചെച്ചോളി കേക്കും ആയിക്കോട്ടെ കുഴപ്പമില്ല ഏറ്റു പറഞ്ഞ ആൾക്കാര് അന്നത്തെ പിടിച്ച നിങ്ങളല്ലേ പറയണ്ടത് എന്താണ് പ്രോയ്സ് ഉണ്ടോ? ആ നോക്കെ ബോട്ട് ഏതാണെന്ന് കൺഫേം ചെയ്യാൻ
ചോദിച്ചോക്ക് അടിപൊളി ഫോട്ടോ കേട്ടോ. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇത് ഞങ്ങളാരെടുക്കുക എന്നാ പിടി ഇത് പിടി ഇത് ഓണാ ഇതൊന്ന് പിടിച്ചാ പോയി നേരം മാറി ഒന്ന് പിടിച്ചത് ഇത് വീഡിയോ ഇത് പിടിച്ചാ അത് ഓണായിട്ട് കൊടുക്കുക. വീഡിയോ ആണ് കൊടുക്കണ്ടേ? നാലാളേ ഉള്ളൂ. മൊയ്തുണ്ണി ഉണ്ണിയേട്ടൻ വരും. ഇത്ര ആളേ ഉള്ളൂ. ഇനി ആരോ ഒരാൾ കൂടി ഉണ്ണിയേട്ടൻ നിൽക്കും അവിടെ. ഇനി ആരുടെ ഒരു കമ്മി ഉണ്ടല്ലോ ഇതില്. വീഡിയോ ഇട്ടത് ആ ചിരിക്കൂ. ഇത് വീഡിയോ ഓണായിട്ടില്ലേ? കാണുന്നില്ലേ? എന്തോ കാണുന്നുണ്ട്. ചോദിച്ചോട്ടെ അതന്നെ കൺഫേം ചെയ്യട്ടെ. അടിപൊളി ഫോട്ടോ കേട്ടോ. അതിനുള്ളിൽ ചോദിച്ചാൽ തിരിക്കണ്ട. തിരിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല, പോകുന്നില്ല. രാജഗംഭീര രാജമാ ഈ കായലിന്റെ മീനിന്റെ പേരാണുള്ളത്. ചന്ദനം
എള്ളെണ്ണ തന്മണം കൂന്തലിൽ പുൽകെ പടർന്ന തേനാലെ എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിർ എത്ര ധന്യതയാർന്നു. ഇവിടെ കൂടുതൽ ഫോറിനേഴ്സ് ആണ്. ഇംഗ്ലീഷുകാരൊക്കെയാണ് വരിക ട്രീറ്റ്മെന്റ് 2 മാസങ്ങളോളം ആയുർവേദ ട്രീറ്റ്മെന്റ്. അതെ, കുട്ടനാടുണ്ട്. പിന്നെ ചാവക്കാട് നമ്മുടെ ബീച്ചിന്റെ അവിടെ 2 ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റൽ ബീച്ചിനോട് ചേർന്ന്. ഏറ്റവും പാലണ കാണുന്നത് ഈ കണ്ടാലും ആദ്യം ഈ വൈദ്യശത്തിൽ കാണുന്ന ഈ ഓഡിറ്റോ ബിൽഡിങ്ങിനുള്ളിലാണ് ഇവിടുത്തെ ആയുർവേദ ട്രീറ്റ്മെന്റ് എല്ലാം നടക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഓഡിറ്റോ ബിൽഡിങ്ങിനുള്ളിലാണ്. മീനുകൾക്ക് പ്രത്യേക ഇതായിരിക്കണം. പക്ഷേ ആൾക്കാരെ ഇരിക്കണം കേട്ടോ. ടെസ്റ്റുകൾ ഇരിക്കണ്ടില്ല. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ രാജ ഐലൻഡ് ആയുർവേദ റിസോർട്ട്. അതാമാരോട് ഉണങ്ങാൻ കിടക്കുന്നുണ്ട്. കിടക്കുന്നു. അത്രയും രസം. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ പറഞ്ഞ ആയുർവേദ ഹോം സ്റ്റേ. ഇത് തൊട്ടടുത്ത ഒരു പൂളുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്. ഈ തൊട്ട മുന്നിൽ കാണുന്ന ഒരു ജങ്കർ ബോട്ട് ഭയങ്കര ബോട്ടുകളുണ്ടാണ് മുന്നിൽ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇതൊരു ദേവദാർ മരം കൊണ്ടുണ്ടാക്കിയ കാശ്മീർ ബോട്ടായിരുന്നു. 10 വർഷം മുന്നേ 12.5 കോടി രൂപ ചെലവാക്കിയിട്ട് ഒരു ദേവദാർ മരം കൊണ്ടുണ്ടാക്കിയൊരു ബോട്ടായിരുന്നു. ഇപ്പൊ ഒരു 5-8 വർഷം മുന്നേ കരക്കേറ്റിട്ട് വെള്ളത്തിലാണ് നാല് കിടന്നായിരുന്നു. ഇപ്പൊ കരക്കേറ്റിട്ട് ഇപ്പൊ മൊത്തം പൊടിച്ച് 2ാം റീവർക്കിയതാണ്. ഇപ്പൊ ദേവദാർ മരം അല്ല കേട്ടോ, ഇത് മറ്റോട്ടാണ്. 3 ബെഡ്റൂം ഒരു ഹാളാണുള്ളത്. ഇത് ഇത്രയും നിയറസ്റ്റ് ആയിട്ട് CRCF നിയമമനുസരിച്ച് ഒരു കൺസ്ട്രക്ഷൻ അനുമതി കിട്ടില്ല. ഈ ദേശ നിയമമനുസരിച്ചിട്ട് ഒരു കൺസ്ട്രക്ഷൻ അനുമതി കിട്ടില്ല. അപ്പൊ അത് കാരണം ഇവർ ഈ ബോട്ടിന്റെ റിസോർട്ടെ കൺവേർട്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നില്ലേ. അടിയില് തുരുമ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടയറിന് മുകളിലാണ് കെട്ടിട്ടുള്ളത്. ബസ്സിന്റെ ടയറിന് മുകളിൽ കെട്ടിട്ടുള്ളത്. വെള്ളം പൊങ്ങാണെങ്കിൽ നമ്മുടെ നോവയുടെ പെട പോലെ പൊന്തും. ഓക്കെ, നേരെ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ ചേറ്റുവ പാലം. ആദ്യം NH-17 ആയിരുന്നു, ഇപ്പോൾ NH-66 കൊച്ചി ടു മംഗലാപുരം പോകുന്ന നാഷണൽ ഹൈവേ ആണ്. ഒരു പുതിയൊരു പാലത്തിന്റെ ഫയലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം 3 മണിക്കൂർ ബോട്ടിങ്ങനെ നമുക്ക് നേരെ അങ്ങോട്ട് പോകായിരുന്നു. കടലിലോട്ട് പോയി കടൽ കണ്ട് തിരിച്ചു വരായിരുന്നു. അവിടെ കിടക്കാൻ പറ്റില്ല, കയറിയിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ ഈ പാലത്തിന് മുന്നേറ്റ് നമ്മൾ ബോട്ട് തിരിക്കാൻ പോവാണ്. നമ്മള് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പറയല്ലോ മറ്റേ കനൂര് കനാല്. ഈ പാലം കഴിഞ്ഞ് വിടുന്ന കനൂര് കനാല് റൈറ്റ് സൈഡിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പൊന്നാനി കോഴിക്കോട് ഭാഗത്തേക്ക്. ഓക്കെ, ഇത് നേരെ പോയിട്ട് ജോയിൻ ചെയ്യുന്നത് കടലിലേക്കാണ്. ആ നേരെ ബാക്ക് സൈഡിൽ കാണുന്ന കട ഫ്രണ്ടിൽ അറ്റത്ത് കാണുന്ന ആ തെങ്ങുതോപ്പില്ലേ, ആ തെങ്ങുതോപ്പിന്റെ അവിടെ ഒരു 300 മീറ്റർ ഉണ്ടാവുള്ളൂ കടലിലേക്ക്. ഇവിടെ നേരെ പോയിട്ട് അവിടെ ലെഫ്റ്റ് തിരികെ ചെയ്യാം. നേരെ പോകണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. അതല്ല നിങ്ങൾ പാട്ട് പാടാനാണെങ്കിൽ പാട്ട് പാടാം. 1 മണി കഴിഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോഴേ പ്രത്യേകമായിട്ട് അറിയിച്ച് പപ്പടം എടുക്കുമ്പോൾ ഒടിച്ചിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഉള്ളി വരുമ്പോൾ പപ്പടം മറന്നു പോയി. പിന്നെ പഠിക്കാൻ ബോട്ട് തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ ബോട്ട് കാറ്റ് നന്നായിട്ട് കാറ്റ് ഇത് പറയുന്നത്. സൂര്യന്റെ ചെങ്കതിർ
എൻഗേജ്മെന്റ് ഒക്കെ ഉണ്ടോ? ആരുടെ മകന്റെ? ആ ചെറുതിന്റെ എവിടെ കണ്ട ആളെ നിർത്തുക. ഫോണെല്ലാരും നോക്കിയോളെ, ഫോൺ മറന്നിട്ട് വരണം. പറഞ്ഞാൽ 50 മണിയൊരു കൈക്കൂട്ടി അത് വിളിച്ചു കൊടുത്തുണ്ട്. ബ്ലോക്കായി സിഗ്നലില്ല.